LDF വികസന മുന്നേറ്റ മധ്യമേഖലാ ജാഥ 9-ന് ഉച്ചകഴിഞ്ഞ് 3 PM പൂഞ്ഞാർ നിയോജക മണ്ഡലം സ്വീകരണം മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കും. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരാനും നവകേരളത്തിന്റെ വികസന കുതിപ്പിനായി LDFനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്ന് ആരംഭിച്ച മധ്യമേഖലാ ജാഥ കോട്ടയം ജില്ലയിലെ പാലായും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ് 9-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുണ്ടക്കയത്ത് എത്തിച്ചേരും. സംസ്ഥാനത്ത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 3 വികസന മുന്നേറ്റ ജാഥകൾ നടന്നു വരികയാണ്. ഉത്തര കേരളത്തിൽ CPIMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിലും തെക്കൻ കേരളത്തിൽ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുമാണ് ജാഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യ കേരള ജാഥ ഇന്നലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ ആറന്മുളയിൽ നിന്ന് ആരംഭിച്ചു. ആ ജാഥ തിങ്കളാഴ്ച 9-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങാൻ മുണ്ടക്കയത്ത് എത്തിച്ചേരുകയാണ്. ആ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത് LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വീണ്ടും തുടരാനും നവകേരളത്തിൻ്റെ വികസന കുതിപ്പിനായി LDFനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്ന് ആരംഭിച്ച മധ്യമേഖല ജാഥ കോട്ടയം ജില്ലയിലെ പാലായിലും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ് 9-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുണ്ടക്കയത്ത് എത്തിച്ചേരുന്നു. ജോസ് കെ മാണി MP ക്യാപ്റ്റനായും KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർ അംഗങ്ങളായുള്ള മധ്യമേഖലാ ജാഥയെ മുണ്ടക്കയം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ താളമേള അകമ്പടികളോടെ സ്വീകരിക്കും. ജോസ് കെ മാണി MP ക്യാപ്റ്റനായും KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള മധ്യമേഖലാ ജാഥയെ മുണ്ടക്കയം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ താളമേള അകമ്പടിയോടെ സ്വീകരിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വികസന പൂർത്തീകരണം സാധ്യമായ നാളുകളിലാണ് ഈ ജാഥ വരുന്നതെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ കാലയളവിലാകെ നടന്നതിനേക്കാൾ വലിയ മുന്നേറ്റം ഈ കാര്യത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ വാഗമൺ റോഡ്, മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡ് ഇപ്പോൾ പണി പൂർത്തീകരണത്തിന്റെ പാതയിലാണ്. അതിന്റെ നിർമ്മാണം ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ 9 ഗ്രാമപഞ്ചായത്തും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന ഈ നിയോജക മണ്ഡലത്തിന്റെ ഏതു പ്രദേശത്ത് എന്ന് പരിശോധിച്ചാലും കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ആകെ നടന്നിട്ടുള്ള വികസനങ്ങളെക്കാൾ ഏറെ മുന്നേറ്റം സാധ്യമായ കാലമാണ്. അതെല്ലാം ജനങ്ങളോട് പറയാൻ വേണ്ടി, സമകാലികമായ രാഷ്ട്രീയം ജനങ്ങളോട് പറയാൻ വേണ്ടി, ഓരോ വിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ LDF സർക്കാർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് LDFന്റെ നേതാക്കന്മാർ ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വിശദീകരിച്ചതുപോലെ ബഹുമാനായ ശ്രീ ജോസ് കെ മാണിയും LDFന്റെ നേതാക്കളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറും, PK ബിജുവും, PP സുനീറും അടക്കമുള്ള LDFന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന നേതാക്കന്മാരാണ് ഈ ജാഥയിൽ അണിനിരക്കുന്നത്. ഞങ്ങൾ ഈ ജാഥയിലൂടെ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബയോഗങ്ങൾ ചേർന്ന് വരികയാണ്. LDFന്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിലൂടെ എല്ലാം ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നാട്ടിൽ മാറ്റം വരുത്തിയ ഒരു ജനകീയ സർക്കാരിന് അംഗീകാരം വേണം, തുടർഭരണം വേണം, അതിന് ജനങ്ങൾ കൂടെ ഉണ്ടാവണം എന്നതാണ് പൊതുവിൽ ഈ ജാഥയുടെ സന്ദേശം. തുടർന്ന് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി, KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ തുടങ്ങിയ ജാഥ അംഗങ്ങളും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, KJ തോമസ് XMLA, CPIM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു, K രാജേഷ്, OPA സലാം, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, കുര്യാക്കോസ് VJ, ജോർജ് കുട്ടി അഗസ്തി, PS സുനിൽ, ഷെമി മഹമ്മദ്, ജോയി ജോർജ്, MG ശേഖരൻ, തങ്കമ്മ ജോർജ് കുട്ടി, രമാ മോഹനൻ, മറ്റു ഘടക കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ജാഥ ഇവിടെ മുണ്ടക്കയത്ത് എത്തിച്ചേരുന്നത്. ഈ ജാഥയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ജാഥയ്ക്ക് എല്ലാവിധ സഹായങ്ങളും മാധ്യമപ്രവർത്തകരുടെയും പത്രപ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ
അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, കെ രാജേഷ്, കുര്യാക്കോസ് വിജയ്, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഉണ്ണിരാജ് പത്മാലയം, നിജാസ് എരുമേലി എന്നിവർ പങ്കെടുത്തു.